എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുനീത് എസ് കുമാറിൻ്റെ സംവിധാനത്തിൽ വന്ന സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഥാനായകൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും വേർപിരിയുന്നു. അതായത് അവൻ്റെ അമ്മ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ വളർന്നു വരുന്തോറും അവന് ഈ കുടുംബജീവിതത്തിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഒരു സാഹചര്യത്തിൽ നമ്മുടെ കഥാനായകനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഇവരുടെ ആ പരിചയം അങ്ങനെ വളർന്നുകൊണ്ട് പോകുന്നു. അവസാനം കഥാനായിക്ക് ഇവൻ്റെ മേലെ ഒരു പ്രേമം വരുന്നു. അപ്പോൾ നമ്മുടെ കഥാനായകൻ പറ്റില്ല എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ കഥാനായിക വളരെയധികം കമ്പൽ ചെയ്യുന്ന സമയത്ത് ഇതിനെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നു. അങ്ങനെ ഇവരുടെ പ്രേമം അവിടെ ബ്രേക്കപ്പ് ആവുന്നു. പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ പെട്ടെന്നൊരു സർപ്രൈസ് ഉണ്ടാകുന്നു. അതായത് നമ്മുടെ കഥാനായിക പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രഗ്നൻ്റായ സ്ത്രീനെ ഇവൻ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ, അതിനുശേഷം എന്തൊക്കെയായി എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ഈ പടം എന്ത് ലേബിളിലാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോമഡി റൊമാൻറ്റിക് മൂവി എന്നുള്ളൊരു ലേബിളിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു പടം നമുക്ക് കാണുമ്പം, അതായത് കഥാനായകനും കഥാനായികയും എപ്പോഴാണ് ഒന്നു ചേരുക, അവരുടെ പ്രേമം സക്സസ് ആകുമോ, ഇല്ലെങ്കിൽ അവർ പിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നു ചേരും, എപ്പോൾ ചേരും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പടം പോകേണ്ടത്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും നമുക്ക് കണക്റ്റ് ആകുന്നില്ല. അവർ പിരിഞ്ഞാലെന്ത്, പിരിഞ്ഞില്ലെങ്കിൽ എന്ത് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് വരുന്നത്. അവർ പൊതുവേ ഈ നോൺ ലൈനറിൽ എടുക്കണം എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന പടമാണിത്. പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത് ശരിക്കും എന്താണെന്ന് തന്നെ നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല. അതേപോലെ ഈ പടത്തിൽ വെറുതെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും, പിന്നെ വീണ്ടും ലൈവിലേക്ക് വരും, വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും, വീണ്ടും ലൈവിലേക്ക് വരും. ഞാൻ ആദ്യം പറഞ്ഞ കഥ ഏകദേശം ഒരു 20 മിനിറ്റിൽ തന്നെ തീരും. അതിനുശേഷം ഈ കഥയൊന്നും അങ്ങോട്ട് മൂവ് ആകുന്നില്ല. എന്താ പറയുക, ഇപ്പം നിങ്ങൾ തിയേറ്ററിലിരുന്ന് ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടിടന്ന് സംസാരിച്ചിട്ടൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിഞ്ഞു വന്നാലും അതേ ലെവലിൽ തന്നെ ഉണ്ടാവുള്ളൂ പടം. അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. അതേപോലെ പടത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആ ലൊക്കേഷനും ഒരു ചേഞ്ചും ഇല്ല. അതേപോലെ പ്രഗ്നൻ്റായ കഥാനായിക്ക് ടെസ്റ്റ് എടുക്കണം, അതിന് യൂറിൻ ടെസ്റ്റ് എടുക്കേണ്ടി വരും. ആ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ഈ പഴയ ഹോളിവുഡ് സിനിമകളൊക്കെ ഏജൻറ്റുകൾ ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് പോയിട്ട് അവരുടെ എന്താ പറയുക, ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ പോകില്ലേ, അതേപോലെയൊക്കെ കാണിച്ച് വെച്ച് വളരെ മോശമാക്കി എടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാക്കി എടുത്തിരിക്കുക. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു കൊച്ചെത്ര മുഖ്യമാണ്, അതായത് കല്യാണ ജീവിതം എത്ര മുഖ്യമാണ്, ഫാമിലി എത്ര മുഖ്യമാണ് എന്നിങ്ങനെയുള്ള സന്മാർഗ സന്ദേശങ്ങളൊക്കെ തരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക അലവലാതിയാണ്, നീയൊരു അലവലാതിയാണ് എന്നുള്ള രീതിയിലാണ് പടത്തെ കൊണ്ടുപോകുന്നത്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പടം എത്ര മോശമായി എടുത്തു വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ പടം ഒന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ശരി, എന്നാൽ ബൈ.